Hi students, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സിസ്റ്റം സോഫ്റ്റ്വെയറെ കുറിച്ചായിരുന്നു. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസർ ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ 4 ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ്. ലാംഗ്വേജ് പ്രോസസർ പറഞ്ഞായിരുന്നു. ലാംഗ്വേജ് പ്രോസസർ പറയുന്നതിന് മുമ്പ് കമ്പ്യൂട്ടർ ലാംഗ്വേജുകൾ പറഞ്ഞു. 3 ടൈപ്പ്: അസംബ്ലി ലെവൽ, മെഷീൻ ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. അതിൽ തന്നെ ലാംഗ്വേജ് പ്രോസസർ 3 കമ്പൈലർ, ഇൻ്റർപ്രറ്റർ ആൻഡ് അസംബ്ലർ. അതിൽ സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ? എന്താണ് ഡിഫറൻസ്? രണ്ടിൻ്റെയും പർപ്പസ് ഒന്ന് തന്നെയാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻ്റർപ്രറ്ററും സിംഗിൾ സ്റ്റെപ്പിലും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കമ്പൈലറും യൂസ് ചെയ്യും. പിന്നെ പഠിച്ചത് യൂട്ടിലിറ്റി ആയിരുന്നു. സ്മൂത്ത് ഫംഗ്ഷനിങ്ങിനും മെയിൻ്റനൻസ് ടാസ്കും പെർഫോം ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത്? യൂട്ടിലിറ്റി. അതിന് 4 പറഞ്ഞായിരുന്നു. കംപ്രഷൻ യൂട്ടിലിറ്റി, വലിയ ഫയലുകളുണ്ടെങ്കിൽ ആ വലിയ ഫയലുകളെ സൈസ് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ കംപ്രഷൻ എന്ന് പറയും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളെ കംപ്രഷൻ യൂട്ടിലിറ്റി എന്ന് പറയും. രണ്ടാമത് പറഞ്ഞെന്തായിരുന്നു? ഡിസ്ക് റീഫ്രാഗ്മെൻറ്റേറ്റർ ആയിരുന്നു. റീഅറേഞ്ച് ചെയ്യുക, ഡിസ്ക് ഇൻഫർമേഷനെ റീഅറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെ ആണ് എന്തെന്ന് പറയുന്നത്? റീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റേറ്റർ എന്ന് പറയും. മൂന്നാമത് പറഞ്ഞെന്തായിരുന്നു? ഈ പറഞ്ഞ ബാക്കപ്പ് യൂട്ടിലിറ്റി ആയിരുന്നു. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡിസ്ക് ഇൻഫർമേഷനെ പറയുന്ന പേരാണിത് ബാക്കപ്പ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ ബാക്കപ്പ് യൂട്ടിലിറ്റി എന്ന് പറയും. നാലാമത് പറഞ്ഞത് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകളായിരുന്നു. പ്രോഗ്രാം ദാറ്റ് ഡാമേജ് ദി റുട്ടീൻ ഫംഗ്ഷനിങ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കാൾഡ് വൈറസ് ആൻഡ് ദി സോഫ്റ്റ്വെയർ ഡിറ്റക്റ്റിംഗ് ആൻഡ് റിമൂവിങ് വൈറസ് ഈസ് കാൾഡ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. അതിന് എക്സാമ്പിളും പറഞ്ഞായിരുന്നു. കാസ്പറസ്കിന്നും ന്യൂട്ടൺ എന്നും AVG ഒക്കെ അതിനെന്താണ്? എക്സാമ്പിൾസ് ആയിരുന്നു. അത് പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ സോഫ്റ്റ്വെയറിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. സോഫ്റ്റ്വെയറിന് 2ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. മറ്റേ സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ്. എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ? സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ഫോർ പെർഫോമിങ് എ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ യൂസിങ് കമ്പ്യൂട്ടർ ഈസ് കാൾഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ ദ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ഫോർ എ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഈസ് കാൾഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പം ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെ വീണ്ടും എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? ഇറ്റ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും സ്പെസിഫിക് പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്: ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സ്പെസിഫിക് പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ഫോർ എ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഈസ് കാൾഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്: ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സ്പെസിഫിക് പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. അതിനകത്ത് എന്താണ് ജനറൽ പർപ്പസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ഫോർ മീറ്റ് ദി കോമൺ റിക്വയർമെൻറ്റ്സ്. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വരുന്ന സാധാരണയായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത്? ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ദ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ഫോർ മീറ്റ് ദി കോമൺ റിക്വയർമെൻറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് കാൾഡ് ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. കോമൺ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത്? ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? വേർഡ് പ്രോസസർ സോഫ്റ്റ്വെയർ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ, ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. ഇങ്ങനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 ടൈപ്സ്. ഏതൊക്കെയാണ്? വേർഡ് പ്രോസസർ സോഫ്റ്റ്വെയർ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ, ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. അതിനകത്ത് എന്താണ് വേർഡ് പ്രോസസർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. അതിനു വേണ്ടിയാണ് യൂസ്ഡ് ഫോർ ക്രിയേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ്
ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത്? വേർഡ് പ്രോസസ്സർ. ഇറ്റ് ആൾസോ ഹെൽപ്സ് ഫോർ ഫോണ്ട് സെറ്റിങ്സ്, പാരഗ്രാഫ് സെറ്റിങ്സ്, അലൈൻമെൻറ്റ്, ബോർഡർ, കളറിങ് ഓഫ് ഫോണ്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ സാധാരണ വേർഡ് എന്നും പറഞ്ഞ് ചെയ്യുന്ന ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഒക്കെ വേണ്ടി സഹായിക്കുന്ന ദ സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ ക്രിയേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ഈസ് കാൾഡ് വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയർ. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മുടെ വിൻഡോസിനകത്ത് ഉപയോഗിക്കുന്ന MS വേർഡ്, അതുപോലെ തന്നെ ലിനക്സിനകത്ത് ഉപയോഗിക്കുന്ന ഓപ്പൺ ഓഫീസ് റൈറ്റർ, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. ഈ പറയുന്ന വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ. അപ്പോൾ ഓപ്പൺ ഓഫീസ് റൈറ്റർ, MS വേർഡ് ആർ എക്സാമ്പിൾസ് ഓഫ് ഏത് വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയർ. ഉപയോഗം ചോദിച്ചാൽ യൂസ്ഡ് ഫോർ ക്രിയേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഇനി സ്പ്രെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ is used to arrange the information in tabular form, that is rows and columns. റോസും കോളംസും രൂപത്തിൽ ഇൻഫർമേഷനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ പെർഫോം സം കാൽക്കുലേഷൻസ്. നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ അങ്ങനെ കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഇൻഫർമേഷനെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി, അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അറേഞ്ച് ഇൻഫർമേഷൻ ഇൻ ടാബുലാർ ഫോം ആൻഡ് പെർഫോം കാൽക്കുലേഷൻസ്. എന്ത് പെർഫോം ചെയ്യാൻ സഹായിക്കും? കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കും. എക്സാമ്പിൾ ഏതാണ്? ഓപ്പൺ ഓഫീസ് കാൽക്കും MS എക്സൽ അതുപോലെ തന്നെ അത് ഓപ്പൺ ഓഫീസ് കാൽക്ക്, ഇത് രണ്ടുമാണ് ഏത്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. MS എക്സൽ ആൻഡ് ഓപ്പൺ ഓഫീസ് കാൽക്ക്. ഇനി മൂന്നാമത്തേതാണ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ. എന്താണ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ? പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു represent information in the form of സ്ലൈഡ് ഷോയുടെ രൂപത്തിൽ ഇൻഫർമേഷൻസ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണെന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സ്ലൈഡ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, സ്ലൈഡ് കണ്ടെയ്ൻ ടെക്സ്റ്റ്, വീഡിയോസ്, ആഡിയോസ്, പിക്ചേഴ്സ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു ഇൻഫർമേഷനെ എന്ത് രൂപത്തിൽ? സ്ലൈഡ് ഷോയുടെ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നോൺ ആസ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ അറിയാം. എന്താണ്? MS പവർ പോയിൻറ്റ്, മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിൻറ്റ്, ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഏത്? പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ. അപ്പം ഒരു ഇൻഫർമേഷനെ സ്ലൈഡ് ഷോയുടെ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് കാൾഡ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ MS പവർ പോയിൻറ്റ് ആൻഡ് ഓപ്പൺ ഓഫീസ് ഇംപ്രസ്. ഇനി നാലാമത്തേതാണ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ. എന്നാൽ ഡേറ്റാബേസ് എന്ന് വെച്ചാൽ ഡേറ്റാബേസ് ഈസ് കളക്ഷൻ ഓഫ് ഡേറ്റ അറേഞ്ച്ഡ് ഇൻ എ ടാബുലാർ ഫോം. ഒരു ടാബുലാർ ഫോമിൽ ഡേറ്റാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ പറയുന്ന പേരാണെന്ത്? ഡേറ്റാബേസ്. അങ്ങനെ ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഡേറ്റാബേസ് ആൻഡ് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഫോർ ആക്സസിങ് ഡേറ്റ. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റയെ ഒരു ടാബുലാർ ഫോമിൽ വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത്? ഡേറ്റാബേസ്. അങ്ങനെയുള്ള ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണെന്ന് പറയുന്നത് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ MS എക്സസ്, MySQL ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഈ ഡേറ്റാബേസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. അപ്പോൾ ഡേറ്റാബേസ് എന്ന് വെച്ചതാണ് ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡേറ്റ ഈസ് കാൾഡ് എന്ത്? ഡേറ്റാബേസ്. അങ്ങനെയുള്ള ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അതിനെ മോഡിഫൈ ചെയ്യാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണെന്ന് പറയുന്നത് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെന്ന് പറയുന്നതാണ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറുകളാണ്. മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ചോദിച്ചാൽ എന്ത് പറയും? ദ സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു പ്രസൻറ്റ് ആഡിയോസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫോം ഓഫ് മീഡിയാസ്. മൾട്ടിമീഡിയാസ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഫോം ഓഫ് മീഡിയാസ് എന്ന് വെച്ചാൽ ഇറ്റ് കണ്ടെയ്ൻ ആഡിയോസ്, വീഡിയോസ് എക്സെട്ര. അപ്പോൾ അങ്ങനെയുള്ള ആഡിയോസും വീഡിയോസും ഒക്കെ വെച്ച് മൾട്ടിപ്പിൾ ഫോം ഓഫ് മീഡിയാസ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണത് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ VLC പ്ലെയറും അതുപോലെ തന്നെ അഡോബ് ഫ്ലാഷ് പ്ലെയറും ഒക്കെ അതിന് എക്സാമ്പിളാണ്. മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതാണെന്ത്? ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ
ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ 5 എണ്ണം. വേർഡ് പ്രോസസർ, സ്പ്രെഡ്ഷീറ്റ്, പ്രസൻറ്റേഷൻ, ഡേറ്റാബേസ്, മൾട്ടിമീഡിയ. അതിനകത്ത് വേർഡ് പ്രോസസർ ചോദിച്ചാൽ ക്രിയേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്. സ്പ്രെഡ്ഷീറ്റ് ചോദിച്ചാൽ അറേഞ്ചിങ് ഇൻഫർമേഷൻ ഇൻ ടാബുലാർ ഫോം ആൻഡ് പെർഫോം കാൽക്കുലേഷൻസ്. പ്രസൻറ്റേഷൻ ചോദിച്ചാൽ പ്രസൻറ്റിംഗ് ഇൻഫർമേഷൻ ഇൻ ദി ഫോം ഓഫ് സ്ലൈഡ് ഷോ. ഡേറ്റാബേസ് ചോദിച്ചാൽ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡേറ്റ ഈസ് കാൾഡ് ഡേറ്റാബേസ്. Creation and maintaining and managing database is called database software. The software used for presenting multiple form of medias is called multimedia software. അതിന് വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണെന്നത് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറും. അതിന് എക്സാമ്പിൾ വെച്ചാൽ അഡോബ് ഫ്ലാഷ് പ്ലെയറോ അല്ലെങ്കിൽ VLC പ്ലെയറോ ഒക്കെ പറയാം, അല്ലെങ്കിൽ വിൻഡോസ് മീഡിയ പ്ലെയറൊക്കെ നമുക്ക് പറയാം. ഏതിന് എക്സാമ്പിളായിട്ട്? മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറിന് എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇതാണെന്ത് ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇനി അടുത്ത ഏതാണ്? സ്പെസിഫിക് പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ സ്പെസിഫിക് പർപ്പസ് എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഡിസൈൻ ടു മീറ്റ് ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആവശ്യം പരിഹരിക്കുന്നതിന് വേണ്ടി. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് കോമൺ റിക്വയർമെൻറ്റ്സ് എന്ത് ചെയ്യാൻ വേണ്ടി മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചതായിരുന്നു ഏത്? ജനറൽ പർപ്പസ്. എന്നാൽ ഒരു പ്രത്യേക റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആവാം, ഒരു ഓർഗനൈസേഷൻ്റെ ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ തന്നെ ആവാം. അയാളുടെ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾ മീറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അത്തരം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത്? സ്പെസിഫിക് പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇറ്റ്സ് ആൾസോ കാൾഡ് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയാറുണ്ട്. ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ ടു മീറ്റ് ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്നും അറിയപ്പെടാറുണ്ട്. കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ സ്പെസിഫിക് പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് ആൾസോ നോൺ ആസ് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ ഓർ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു മീറ്റ് ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ ഓർഗനൈസേഷൻ്റെയോ ഒക്കെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത്? സ്പെസിഫിക് പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ പേറോൾ സിസ്റ്റം. എന്താണ് പേറോൾ സിസ്റ്റം എന്ന് വെച്ചാൽ? യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ദി ഡീറ്റെയിൽസ് ഓഫ് ആൻ എംപ്ലോയി ഇൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത്? പേറോൾ സിസ്റ്റം. അതുപോലെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം. മാനേജ് ദി സ്റ്റോക്ക്, സെയിൽസ് ആൻഡ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്തുള്ള സ്റ്റോക്കിൻ്റെയും അതിൻ്റെ സെയിൽസിൻ്റെയും അതിൻ്റെ ഡെലിവറി ഓഫ് ഗുഡ്സിൻ്റെയും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം. അടുത്തത് HR മാനേജ്മെൻറ്റ് സിസ്റ്റം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിനു വേണ്ടിയാണ് മാനേജ് ദി ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനകത്ത് വരുന്ന ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇത്രയുമാണ് ഇത് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആർ കാൾഡ് സ്പെസിഫിക് പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിന് എക്സാമ്പിൾ വെച്ചാൽ പേറോൾ സിസ്റ്റം, ഇൻവെൻട്രി മാനേജ്, HR മാനേജ്മെൻറ്റ്. പേറോൾ എന്ന് വെച്ചാൽ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് പേറോൾ സിസ്റ്റം. ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്തുള്ള സ്റ്റോക്സിൻ്റെയും അതിൻ്റെ ഡെലിവറി ഓഫ് ഗുഡ്സിൻ്റെയും അതുപോലെ തന്നെ സെയിൽസിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം. ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് HR മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇത്രയുമാണെന്ത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ 2 ടൈപ്പ്, ജനറൽ പർപ്പസും സ്പെസിഫിക് പർപ്പസും. ജനറൽ പർപ്പസ് 5 എണ്ണം: വേർഡ് പ്രോസസർ, പ്രസൻറ്റേഷൻ, സ്പ്രെഡ്ഷീറ്റ്, മൾട്ടിമീഡിയ, ഡേറ്റാബേസ്. സ്പെസിഫിക് പർപ്പസ് ചോദിച്ചാൽ ഒരു സ്പെസിഫിക് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതിന് എക്സാമ്പിൾ പേറോള്, HR മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം ആർ എക്സാമ്പിൾസ് ഓഫ് എ സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ, ആൾസോ നോൺ ആസ് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ ഓർ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. എന്താണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ? സോഫ്റ്റ്വെയർ പ്രൊവൈഡ്സ് the freedom to copy, use, download and distribute. അപ്പം ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം? ഡൗൺലോഡ് ചെയ്യാം, കോപ്പി ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, യൂസ് ചെയ്യാം. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. പ്രൊവൈഡ് ദി ഫ്രീഡം ടു കോപ്പി, യൂസ്, ഡൗൺലോഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറുകൾ കോപ്പി ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ
യൂസ് ചെയ്യാനുമുള്ള ഫ്രീഡമുള്ള അത്തരം സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആരാണ്? FSF. FSF എന്ന് വെച്ചാൽ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷനാണ്. അവർ ഒരു സോഫ്റ്റ്വെയറിന് 4 ടൈപ്പ് ഫ്രീഡംസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഡിഫൈൻസ് 4 ടൈപ്സ് ഓഫ് ഫ്രീഡം ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. 4 ടൈപ്പ് ഫ്രീഡമാണുള്ളത്. ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3. ഫ്രീഡം 0 എന്ന് വെച്ചാൽ റൺ ദി പ്രോഗ്രാം, ഫ്രീഡം ടു റൺ ദി പ്രോഗ്രാം, പ്രോഗ്രാം റൺ ചെയ്യുന്നതിനുള്ള ഫ്രീഡമുള്ള സോഫ്റ്റ്വെയറുകളാണ് ഏത്? ഫ്രീഡം 0. ഫ്രീഡം 1 എന്ന് വെച്ചാലോ ടു ആക്സസ് സോഴ്സ് കോഡ്, അതിൻ്റെ സോഴ്സ് കോഡ് ആക്സസ് ചെയ്യാം. ആൻഡ് ടു സ്റ്റഡി ഹൗ പ്രോഗ്രാം വർക്ക്സ്, അതിൻ്റെ സോഴ്സ് കോഡ് എടുത്തിട്ട് ആ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഫ്രീഡംസ് ഉള്ള ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകളെയാണെന്ത്? ഫ്രീഡം 1 സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഫ്രീഡം 2 എന്ന് വെച്ചാലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോപ്പീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഫ്രീഡംസ് ഉള്ള ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ ഫ്രീഡമാണ് എന്ത്? ഫ്രീഡം 2. ഫ്രീഡം 3 എന്ന് വെച്ചാലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ദി പ്രോഗ്രാം, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രോഗ്രാം ഇമ്പ്രൂവ് ചെയ്യാം. ആൻഡ് റിലീസ് യുവർ ഇമ്പ്രൂവ്മെൻറ്റ് ടു പബ്ലിക്, ആ ഇമ്പ്രൂവ് ചെയ്ത ആ പ്രോഗ്രാമിന് പബ്ലിക്കിനെ എന്ത് ചെയ്യാൻ പറ്റും? റിലീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രീഡംസ് അലോ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് ഏത്? ഫ്രീഡം 3 സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പം 4 ഫ്രീഡംസ് പഠിച്ചോളണം. FSF ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫ്രീഡംസ് ചോദിച്ചാൽ 4 ഫ്രീഡംസ് ആണ്. ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3. ഫ്രീഡം 0 ചോദിച്ചാൽ റൺ ദി പ്രോഗ്രാം ഫോർ എനി പർപ്പസ്, ഏത് പർപ്പസിനും വേണ്ടി റൺ ചെയ്യുക എന്നുള്ളതാണ്. ഫ്രീഡം 1 ചോദിച്ചാൽ എന്താണ്? ആക്സസ് ദി സോഴ്സ് കോഡ് ആൻഡ് സ്റ്റഡി ഹൗ ദി പ്രോഗ്രാം വർക്ക്സ്. ഫ്രീഡം 2 ചോദിച്ചാൽ ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ്. ഫ്രീഡം 3 ചോദിച്ചാൽ എന്താണ്? ഇംപ്രൂവ് ദി പ്രോഗ്രാം ആൻഡ് റിലീസ് യുവർ ഇംപ്രൂവ്ഡ് വെർഷൻ, പ്രോഗ്രാമിനെ ഇംപ്രൂവ് ചെയ്തിട്ട് പബ്ലിക്കിന് വേണ്ടി ആ ഇംപ്രൂവ് വെർഷൻ എന്ത് ചെയ്യുക? റിലീസ് ചെയ്യുന്നതിനുള്ള ഫ്രീഡംസ് പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് ഏത്? ഫ്രീഡം 3 വരുന്ന സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഇതാണെന്ത്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അപ്പോൾ എന്താണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ? ദ സോഫ്റ്റ്വെയർ ദാറ്റ് പ്രൊവൈഡ് ഫ്രീഡം ടു കോപ്പി, യൂസ്, ഡൗൺലോഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് സോഫ്റ്റ്വെയർ. It is developed by FSF Foundation, Free Software Foundation, and it defines 4 freedom for software: freedom 0, freedom 1, freedom 2, freedom 3, freedom 0, run the program, freedom 1, study the program, freedom 2, distribute copies, freedom 3, improve and release the improved version. അപ്പോൾ ഇതാണെന്ത്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അതിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? GNU ലിനക്സ്. GNU ലിനക്സ് ഈസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇമേജ് എഡിറ്റർ ഏതാണ്? ജിംബ്. GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ജിംബ് ഇമേജ് എഡിറ്ററാണ്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് വെബ് ബ്രൗസർ ഏതാണ്? മോസില്ല ഫയർഫോക്സ്. അതുപോലെ തന്നെ ഓഫീസ് പാക്കേജ് ഏതാണ്? OpenOffice.org. അപ്പം ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചോദിച്ചാൽ GNU ലിനക്സ്, ഇമേജ് എഡിറ്റർ ചോദിച്ചാൽ ജിംബ്, വെബ് ബ്രൗസർ ചോദിച്ചാൽ മോസില്ല ഫയർഫോക്സ്, ഓഫീസ് പാക്കേജ് ചോദിച്ചാൽ OpenOffice.org. നമ്മളിവിടെ പഠിച്ച ജനറൽ പർപ്പസിനകത്ത് പഠിച്ച OpenOffice റൈറ്റർ, OpenOffice ഇംപ്രസ്, OpenOffice കാൽക്ക്, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസാണ്. അപ്പോൾ അതാണെന്ത്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇനി അടുത്തത് പഠിക്കാനുള്ള എന്താണ്? ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ ആണ്. ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ. എന്താണ് ഫ്രീവെയർ എന്ന് വെച്ചാൽ? Freeware refers to copyrighted computer software which is available free of charge for use an unlimited period. ഒരു അൺലിമിറ്റഡ് പീരീഡിൽ നമുക്ക് ഫ്രീ ഓഫ് ചാർജിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന, യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത്? ഫ്രീവെയർ എന്ന് പറയുക. റെഫേഴ്സ് ടു എ കോപ്പിറൈറ്റഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. കോപ്പിറൈറ്റഡ് ആയിരിക്കും, വിച്ച് ഈസ് അവൈലബിൾ ഇൻ ഫ്രീ ഓഫ് ചാർജ്. ഫ്രീ ഓഫ് ചാർജിൽ അവൈലബിൾ ആയിരിക്കും. നമുക്കൊരു അൺലിമിറ്റഡ് പീരീഡിനെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാനും പറ്റും? യൂസ് ചെയ്യാനും പറ്റും. അതിനെയാണെന്ന് പറയുന്നത് ഫ്രീവെയർ എന്ന് പറയുന്നത്. എന്നാൽ ഷെയർവെയർ എന്ന് പറഞ്ഞാലോ, ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ്, അതായത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ്, വാങ്ങുന്നതിന് മുമ്പ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ചില ഫീച്ചേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലിമിറ്റഡ് പീരീഡിന് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത്? ഷെയർവെയർ എന്ന് പറയും. അപ്പോൾ ലിമിറ്റഡ് ഫങ്ഷനാലിറ്റീസ് ആയിരിക്കും, എല്ലാ ഫീച്ചേഴ്സും കിട്ടില്ല, ആ ലിമിറ്റഡ് പീരീഡിലേക്കായിരിക്കും ഉപയോഗിക്കുന്നത്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ചാൻസ് ടു ട്രൈ ഇറ്റ് ബിഫോർ പർച്ചേസിങ് ഇറ്റ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, സാമ്പിൾ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ.
സോഫ്റ്റ്വെയർ. അതാണ് എന്ത് ഷെയർവെയർ എന്ന് പറയുന്നത്. നമുക്ക് സാമ്പിൾ നോക്കാം. സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ ഫീച്ചേഴ്സൊന്നും ഇല്ലെങ്കിലും ആ സോഫ്റ്റ്വെയർ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന, അങ്ങനെ ഡൗൺലോഡബിൾ ഫോർമാറ്റിൽ ഇൻ്റർനെറ്റിൽ കാണുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത് ഷെയർവെയർ. അപ്പോൾ ഇതാണ് എന്ത് ഫ്രീവെയറും ഷെയർവെയറും. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ 2 കോളമാണ്, ഫ്രീവെയറും ഷെയർവെയറും. അതിൽ ഫ്രീവെയർ ചോദിച്ചാൽ എന്താണ്? ഡൗൺലോഡ് ഫ്രം ഇൻ്റർനെറ്റ് ആൻഡ് ക്യാൻ ബി യൂസ് ഫ്രീലി. ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാനും പറ്റും? യൂസ് ചെയ്യാനും പറ്റും. ഷെയർവെയർ ഗീവ്സ് ചാൻസ് ടു ട്രൈ ഇറ്റ് ബിഫോർ പർച്ചേസിങ് ഇറ്റ്, അല്ലെങ്കിൽ ബിഫോർ ബൈയിങ് ഇറ്റ്. വാങ്ങുന്നതിന് മുമ്പ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത് ഷെയർവെയർ എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് ആർ ഫ്രീ, ആൾ ദി ഫീച്ചേഴ്സ് ആർ ഫ്രീ. എല്ലാ ഫീച്ചേഴ്സും എന്താണ്? ഫ്രീ ആണ്. ഓൾ ദി ഫീച്ചേഴ്സ് ആർ നോട്ട് അവൈലബിൾ. ഷെയർവെയറിനകത്ത് എല്ലാ ഫീച്ചേഴ്സും എന്ത് ചെയ്യില്ല? അവൈലബിൾ അല്ല. എല്ലാ ഫീച്ചേഴ്സും കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ബൈ ഇറ്റ്. അതിനെ എന്ത് ചെയ്യണം? നമുക്ക് പർച്ചേസ് ചെയ്യണം. അതിനെ പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കിട്ടൂ. ഇനി അടുത്ത എന്താണ്? ഫ്രീവെയർ ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ട് ഫ്രീലി. ഫ്രീവെയറിനെ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഷെയർവെയർ മേ ഓർ മേ നോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീലി. ഇറ്റ് മേ ഇൻ മെനി കേസസ് ഓതർ പെർമിഷൻ ഈ നീഡഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദി ഷെയർവെയർ. അപ്പോൾ നമ്മൾ ഷെയർവെയറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തതുണ്ട്. പക്ഷേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് കമ്പനിയാണോ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആ കമ്പനിയുടെ എന്ത് വേണം? പെർമിഷൻ നമുക്ക് വേണ്ടി വരും. അപ്പോൾ കുഡ് നോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീലി. നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ആരാണോ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്, ആ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ആ കമ്പനിയുടെ പെർമിഷൻ നമുക്കെന്ത് ആവശ്യമാണ്. അതാണെന്ത് ഫ്രീവെയറും ഷെയർവെയറും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ എന്താണ് ഫ്രീവെയർ എന്ന് വെച്ചാൽ? ഫ്രീവെയർ റിഫേഴ്സ് ടു എ കോപ്പിറൈറ്റഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് അവൈലബിൾ ഫ്രീ ഓഫ് ചാർജ് ഫോർ യൂസ് ഫോർ ആൻ അൺലിമിറ്റഡ് പീരിയഡ്. ഷെയർവെയർ എന്ന് വെച്ചാലോ? ഷെയർവെയർ റെഫേഴ്സ് ടു എ കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ എ ട്രയൽ ബേസിസ് വിത്ത് ലിമിറ്റഡ് ഫങ്ഷനാലിറ്റി. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്തൗട്ട് any payment. This software give user to chance to use the software before purchasing it. ഒരു സോഫ്റ്റ്വെയർ നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് അതിനെ എന്ത് ചെയ്യാൻ, നമുക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ലിമിറ്റഡ് ഫങ്ഷനാലിറ്റീസ് ഉള്ള സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത് ഷെയർവെയറുകൾ. പിന്നെ അതിൻ്റെ കമ്പാരിസൺ ആണ്. എന്താണ് ഫ്രീവെയർ എന്ന് വെച്ചാൽ? ഡൗൺലോഡ് ഫ്രം ഇൻ്റർനെറ്റ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫ്രീലി. മറ്റതാണെങ്കിൽ ചാൻസ് ടു ട്രൈ ഇറ്റ് ബിഫോർ പർച്ചേസിങ് ഇറ്റ്. All features are free, all features are not available. എന്താണ്? ക്യാൻ ബി ഫ്രീലി ഡിസ്ട്രിബ്യൂട്ടഡ്, കനോട്ട് ബി ഡിസ്ട്രിബ്യൂട്ട് ഫ്രീലി. അപ്പോൾ അതാണെന്ത് കമ്പാരിസൺ ബിറ്റ്വീൻ ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. എന്താണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ? വിച്ച് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തൗട്ട് ദി കൺസേൺ ഓഫ് ഇറ്റ്സ് ഡെവലപ്പർ. അതായത് ഒരു ഡെവലപ്പറുടെ കൺസേൺ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, കൺസേൺ ഇല്ലാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള, അതായത് എപ്പോഴും ഒരു എന്ത് പറയും, ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വിച്ച് കാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തൗട്ട് ദി കൺസേൺ ഓഫ് ഇറ്റ്സ് ഡെവലപ്പർ. ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ഓഫ് ഇറ്റ്സ് ഡെവലപ്പർ. അപ്പോൾ അതിൻ്റെ അവകാശം, പൂർണ്ണമായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്ത കമ്പനിക്കായിരിക്കും. അവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സോഫ്റ്റ്വെയറുടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണെന്ത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയും പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മുടെ വിൻഡോസ് എന്ന് പറയുന്ന, മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും ഏതിന് എക്സാമ്പിളാണ്? പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ, വിൻഡോസ് 10, വിൻഡോസ് 8 അതൊക്കെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ, മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ MS വേർഡ്, MS എക്സൽ, MS പവർ പോയിൻ്റ് എന്ന ഓഫീസ് പാക്കേജ്, MS ഓഫീസ് എന്ന ഓഫീസ് പാക്കേജ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും ഏത് സോഫ്റ്റ്വെയറുകളാണ്? പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. വിച്ച് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തൗട്ട് ദി കൺസേൺ ഓഫ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ കൺസേൺ ഇല്ലാതെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അത്തരം സോഫ്റ്റ്വെയറുകളെയാണെന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം, കാശ് കൊടുത്ത് വാങ്ങണം. അതാണെന്ത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. അപ്പോൾ അതായിരുന്നു എന്ത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയും. ഇനി ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ലാസ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ. എന്താണ് ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ എന്ന് വെച്ചാൽ?
ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളിനെ പറയുന്ന പേരാണെന്ത്? ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ. ഹ്യൂമൻ ബീയിങ് ഹു യൂസ് കമ്പ്യൂട്ടർ ഈസ് കാൾഡ് ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ. ഒരു കമ്പ്യൂട്ടർ എങ്ങനെയൊക്കെയാണോ ഉപയോഗിക്കുന്നത്, അപ്പോൾ അവരുടെ ആ ജോലിക്കനുസരിച്ച് അവർക്ക് പല പേരുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് 2-3 എക്സാമ്പിൾ പഠിച്ചോളണം. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം എന്താണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന പേരെന്താണ്? കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം എഴുതുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും? കമ്പ്യൂട്ടർ പ്രോഗ്രാമറുകൾ എന്ന് പറയും. നോർമലി ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യുന്നു പ്രോപ്പർലി ഫിസിക്കലി സെക്യൂർഡ് ആയിട്ടുള്ള മാനറിൽ റൺ ചെയ്യുന്ന ആൾക്കാരെ നമ്മളെന്ന് പറയും? കമ്പ്യൂട്ടർ ഓപ്പറേറ്ററുകൾ എന്ന് പറയും. പുതിയ IT സൊല്യൂഷൻസുകൾ ഡിസൈൻ ചെയ്യുന്ന ആളിനെ നമ്മളെന്ന് പറയും? സിസ്റ്റം അനലിസ്റ്റുകൾ എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ആൾക്കാർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണെന്ത്? ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ. ദ പേഴ്സൺ ഹു യൂസ് കമ്പ്യൂട്ടർ ഈസ് കാൾഡ് ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ. ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞത്. കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ്, കമ്പ്യൂട്ടർ സിസ്റ്റം അനലിസ്റ്റ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയറിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയത് കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇന്ന് നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഇത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ 2 തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ജനറൽ പർപ്പസും സ്പെസിഫിക് പർപ്പസും. അതിൽ കോമൺ ഫീച്ചർ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ടാസ്കുകൾ പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക, കോമൺ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഇത്. ജനറൽ പർപ്പസ് അത് 5 ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ് പ്രോസസർ, ഇൻഫർമേഷനെ ടാബുലാർ ഫോമിൽ അറേഞ്ച് ചെയ്ത് കാൽക്കുലേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ്, ഇൻഫർമേഷൻ സ്ലൈഡ് ഷോയുടെ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യുന്ന പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ, ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡേറ്റ കാൾഡ് ഡേറ്റാബേസ്. അപ്പോൾ ക്രിയേഷൻ, മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് ഡേറ്റാബേസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ. പിന്നെന്താണ്? മൾട്ടിമീഡിയ. പ്ലേയിങ് ആൻഡ് എഡിറ്റിംഗ് മൾട്ടിമീഡിയ ഫയൽ. മൾട്ടിമീഡിയ ഫയൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറൻറ്റ് മീഡിയാസ്. അപ്പോൾ പല മീഡിയാസ് ഇറങ്ങിയ കമ്പൈൻ ചെയ്ത ഫയലുകളാണ് ഇത് മൾട്ടിമീഡിയ. അത് ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറുകൾ. അതായിരുന്നു ജനറൽ പർപ്പസ്. ഇനി ഒരു ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇത് സ്പെസിഫിക് പർപ്പസ്. അതിൽ എക്സാമ്പിളായിരുന്നു പേറോൾ സിസ്റ്റം. ഒരു ഓർഗനൈസേഷനകത്തുള്ള എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേറോൾ സിസ്റ്റം. ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്ത് നടക്കുന്ന സ്റ്റോക്കിൻ്റെയും സെയിൽസിൻ്റെയും അതുപോലെ തന്നെ ഡെലിവറി ഓഫ് ഗുഡ്സിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം. ഒരു ഓർഗനൈസേഷനകത്തുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന HR മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ആർ എക്സാമ്പിൾസ് ഓഫ് സ്പെസിഫിക് പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. പിന്നെ നമ്മളിന്ന് പഠിച്ചതായിരുന്നു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അറിയാമല്ലോ, ദ സോഫ്റ്റ്വെയർ ദാറ്റ് പ്രൊവൈഡ് ഫ്രീഡം ടു യൂസ്, കോപ്പി, ഡൗൺലോഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. അതാണ് എന്തെന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്. അത് ഡെവലപ്പ് ചെയ്യുന്നത് FSF എന്ന് പറയുന്ന ഫൗണ്ടേഷനാണ്, ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ. അവർ എത്ര 4 ഫ്രീഡംസ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3. അതിൽ ഫ്രീഡം 0 ചോദിച്ചാൽ റൺ ദി പ്രോഗ്രാം ഫോർ എനി പർപ്പസ്. ഫ്രീഡം 1 ചോദിച്ചാൽ ആക്സസ് ദി സോഴ്സ് കോഡ് ആൻഡ് സ്റ്റഡി ഹൗ ദി പ്രോഗ്രാം വർക്ക്. ഫ്രീഡം 2 ചോദിച്ചാൽ ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ്. ഫ്രീഡം 3 ചോദിച്ചാൽ ഇംപ്രൂവ് ദി പ്രോഗ്രാം ആൻഡ് റിലീസ് ദി യുവർ ഇംപ്രൂവ്ഡ് വെർഷൻ ഫോർ പബ്ലിക്. അതാണ് ഇത് ഫ്രീഡം 3. പിന്നെ പഠിച്ചെന്തായിരുന്നു? ഫ്രീ വെയർ ആൻഡ് ഷെയർ വെയർ ആയിരുന്നു. കോപ്പി റൈറ്റഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് മെയ്ഡ് അവൈലബിൾ ഫോർ ഫ്രീ ഓഫ് യൂസ് ഓഫ് ചാർജ് ഫോർ അൺലിമിറ്റഡ് പീരീഡ്. അതാണ് ഇത് ഫ്രീ വെയർ. എന്നാൽ ഷെയർ വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ വിച്ച് ക്യാൻ ബി യൂസ് ബിഫോർ പർച്ചേസ് ഇറ്റ്. അതിൽ നമ്മൾ ട്രൈ ടു യൂസ് ബിഫോർ പർച്ചേസ് ഇറ്റ്. യൂസ് ചെയ്ത് നോക്കാം. ഓൾ ദി ഫീച്ചേഴ്സ് ആർ നോട്ട് അവൈലബിൾ. അപ്പോൾ അതിൻ്റെ കമ്പാരിസൺ ആയിരുന്നു. ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡായിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രീ വെയർ. ചാൻസ് ട്രൈ ഇറ്റ് ബിഫോർ പർച്ചേസ് ഇറ്റ് ഫ്രീ വെയർ. all features are free, മറ്റടുത്ത് all features are not free, then all features are not available, can be freely distributed, മറ്റേ could not be freely distributed. അതായത് ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ. പിന്നെ പഠിച്ചെന്തായിരുന്നു? പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്, വിച്ച് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തൗട്ട് ദി കൺസേൺ ഓഫ് ഡെവലപ്പേഴ്സിൻ്റെ കൺസേൺ ഇല്ലാതെ കോപ്പി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളാണ് ഇത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. ലാസ്റ്റ് പറഞ്ഞത് ദ പേഴ്സൺ ഹു യൂസ് കമ്പ്യൂട്ടർ ഈസ് കാൾഡ് ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ. അതിന് എക്സാമ്പിൾ എന്താണ്? കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ്, സിസ്റ്റം അനലിസ്റ്റ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ. അപ്പോൾ ഇത് എത്രയുമാണെന്ത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാരുടെ സെക്കൻഡ് ചാപ്റ്ററായ കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റവും കമ്പ്യൂട്ടർ സയൻസുകാരുടെ തേർഡ് ചാപ്റ്ററായ കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റവും. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചെന്തൊക്കെയായിരുന്നു? ഈ ചാപ്റ്ററിനകത്ത് ആദ്യം പഠിച്ചെന്തായിരുന്നു? നമ്മൾ
കമ്പോണൻസ് ആണ് പഠിച്ചത്. ഹാർഡ്വെയർ പഠിച്ചു, സോഫ്റ്റ്വെയർ പഠിച്ചു. ഹാർഡ്വെയർ തന്നെ ആദ്യം നമ്മൾ എന്ത് പഠിച്ചു, ഫങ്ഷണൽ യൂണിറ്റ്സ് ഒക്കെ പഠിച്ചായിരുന്നു. അതിനുശേഷം അതിൻ്റെ മെമ്മറിയെ പഠിച്ചു, സ്റ്റോറേജ് പഠിച്ചിട്ട് പിന്നെ ഇൻപുട്ട് ഡിവൈസ് പഠിച്ചു, പിന്നെ ഔട്ട്പുട്ട് ഡിവൈസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇ വേസ്റ്റ് പഠിച്ചു, പിന്നെ നമ്മൾ സോഫ്റ്റ്വെയറുകൾ പഠിച്ചു. അപ്പോൾ ഇത്രയുമാണ് എന്ത് ചെയ്തത്, ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് കവർ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, തിയറി ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചാപ്റ്ററാണ്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഈ ചാപ്റ്ററും അതിൻ്റെ നോട്ട്സും ഒക്കെ എടുത്ത് വെച്ച് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. താങ്ക് യു.